ഇത്തവണ ഉത്രാടത്തിൻ്റെ അന്നാണ് ബോണസ് കിട്ടിയത് സച്ചോട്ടന്. കിട്ടിയ പാടെ നമ്മൾ ജോർജ് ഏട്ടൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ് പട്ടിക്കാട്. അവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് വീട് അടച്ച് പൂട്ടിയിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ, അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക്. എല്ലാ വർഷവും ഞാനാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് കുഞ്ഞപ്പനെ വേഗം യാത്രയാക്കിയിട്ട് നമ്മൾ പായസം വാങ്ങിക്കാൻ പോവാണ്. പായസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് നമ്മൾ അച്ഛനമ്മയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. എല്ലാ വർഷവും അച്ഛനമ്മയുടെ കൂടെയാണ് നമ്മൾ ഓണസദ്യ കഴിക്കാറ്. അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓണാഘോഷിക്കുക, അച്ഛനും അമ്മയും അവിടെ ഓണാഘോഷിക്കുക, അത് ശരിയല്ല. അച്ഛനും അമ്മയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ സദ്യയൊക്കെ വെച്ച് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം. അതല്ലേ ഒരു മര്യാദ. അപ്പോൾ അച്ഛനും അമ്മയുടെ അടുത്ത് വന്ന് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അമ്മ അവിയൽ വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കറികളൊക്കെ വേഗം വേഗം കഴിഞ്ഞു തുടങ്ങി. കാരണം നല്ല ടേസ്റ്റായിരുന്നു ഇത്തവണ ഓണത്തിന് സദ്യക്ക്. അത് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് സച്ചോട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അച്ഛനമ്മയുടെ അടുത്തും ലോകത്തുള്ള എല്ലാ ആളുകളുടെയും വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് സച്ചോട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ആ സോഫയിൽ അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു സർപ്പക്കാവുണ്ട് കേട്ടോ, വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ. ഞാൻ ആകെ 2 ആഴ്ചയായി വീട്ടിലുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഇങ്ങനെ തെളിഞ്ഞ് കണ്ടിട്ടില്ല. നിറച്ച് കാടായിരുന്നു. ഇപ്പോൾ വെട്ടി തെളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ എന്തോ പൂജ നടക്കാൻ പോവുകയാണെന്ന് കേട്ടു. തിരിച്ച് ആ കുണ്ട് കയറുമ്പോൾ ശശിവേട്ടൻ്റെ ഇഷ്ട വിനോദമാണ് അവിടുത്തെ തൊട്ടാവാടി മുഴുവൻ ചവിട്ടി അതിൻ്റെ ഇല വാടുന്നത് കാണുന്നത്. അങ്ങനെ തൊട്ടാവാടിയൊക്കെ ചവിട്ടി മെതിച്ചിട്ട് ആൾ കയറുക കേട്ടോ. കുറേ കയറും, പിന്നെ റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ്. ഭയങ്കര താഴ്ചയാണ് മുകളിൽ നിന്ന് ഇങ്ങോട്ട്. നമുക്കത് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിങ്ങനെ തിരിച്ച് കയറുമ്പോൾ ശരണം വിളിച്ചിട്ടൊക്കെയാണ് നമ്മൾ കയറുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ച് കയറാൻ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജാതി നിൽക്കുന്നുണ്ട്. ജാതിക്കായൊക്കെ പൊട്ടിച്ച് കാണുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ശശിവേട്ടൻ തിരിച്ച് കയറുകയാണ് കേട്ടോ. തിരിച്ച് നമ്മൾ റോഡ് എത്തിയപ്പോൾ നല്ലൊരു അംബാസിഡർ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാട്ടോ അംബാസിഡർ. അപ്പം കുറേ കാലം കൂടി കണ്ടതിൻ്റെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ക്യാമറ കണ്ടപ്പോൾ ശശിവേട്ടൻ്റെ ഗോഷ്ഠികളാണ് ഈ കാണുന്നത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ കുറുക്കഞ്ചേരി വഴിക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ശശിവേട്ടൻ്റെ തട്ടകമായിരുന്നു കുറുക്കഞ്ചേരി. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു കൂട്ടുകാരനെ കണ്ടു. ആനകളുടെ പുറകിൽ നിന്നിട്ട് ആനയുടെ പേര് ഏത് ആനയാണതെന്ന് പറയുന്ന ഒരു പ്രത്യേക ജീനാണ് ഈ കാണുന്നത്. അത് ശശിവേട്ടൻ്റെ ഒപ്പം പഠിച്ചതാണ് ആൾ. അങ്ങനെ കുറേ പേരൊക്കെ നമ്മൾ കണ്ടു, തിരിച്ചു പോന്നു സന്തോഷമായിട്ട്.